ജീവിതം സന്തോഷപ്രദമാക്കാനായിട്ടൊരു വഴി പറഞ്ഞു തരട്ടെ. അത് വേറൊന്നുമല്ല, കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടായാൽ മതി. ഞാനൊരു അമ്മച്ചിക്ക് രോഗലേപനം കൊടുക്കാൻ പോയതാണ്. അമ്മച്ചി ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന അപ്പച്ചൻ പറയായിരുന്നു, അച്ഛാ, എൻ്റെ ഭാര്യ എൻ്റെ പേര് മറന്നുപോയി, മക്കളുടെ പേര് മറന്നുപോയി, അയൽവാസികളുടെയും ബന്ധുമിത്രാദികളുടെയൊക്കെ പേര് മറന്നുപോയി, പക്ഷേ ഈശോ 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 എന്ന് ഇങ്ങനെ അതരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനും ശ്രദ്ധിച്ചു, ഈശോ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ എന്ന് പറയുമ്പോൾ അമ്മച്ചിക്ക് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. കണ്ണും തുറന്ന് ഈശോ 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 എന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മച്ചിക്ക് കിട്ടുന്നൊരു ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കിട്ടുന്നൊരു ധൈര്യമുണ്ട്. വചനം അതുകൊണ്ടല്ല പറയുന്നത്, സങ്കീർത്തനം 3-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കൂ, ധൈര്യവും സന്തോഷവും സമാധാനം കിട്ടും. ഈശോ അനുഗ്രഹിക്കട്ടെ.